പ്രശസ്ത സൈക്കോളജിസ്റ്റായ കാൾ യുങ് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ തൻ്റെ നിഴലിനെ അഭിമുഖീകരിക്കുമ്പോൾ മാത്രമാണ് അയാൾ പൂർണ്ണനാകുന്നത്. ദൃശ്യം സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് 4ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ഒരു ചായക്കടയിൽ 5 രൂപയ്ക്ക് വേണ്ടി തർക്കിക്കുന്ന തികച്ചും സാധാരണക്കാരനായ ഒരു ജോർജ് കുട്ടിയാണ്. എന്നാൽ ഫ്രാഞ്ചൈസി പുരോഗമിക്കുമ്പോൾ അയാൾ ഒരു വ്യക്തി എന്ന നിലയിൽ നിന്നും നിയമവ്യവസ്ഥയ്ക്ക് പോലും തൊടാൻ കഴിയാത്ത ഒരു മിത്തായി മാറുന്നു. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ തൻ്റെ ഉള്ളിലെ ഇരുണ്ട വശത്തെ എങ്ങനെയാണ് പുറത്തെടുത്തത്? ഭയം എന്ന വികാരത്തിൽ നിന്നും തുടങ്ങി കുറ്റബോധത്തിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന ജോർജ് കുട്ടിയുടെ സൈക്കോ സിനിമാറ്റിക് ക്യാരക്ടർ ആർക്ക് നമുക്ക് വിശദമായി വിശകലനം ചെയ്യാം. ദൃശ്യം 1ാം ഭാഗത്തിന്റെ ആദ്യ 40 മിനിറ്റ് വെറും ഒരു ഫാമിലി ഡ്രാമയല്ല, മറിച്ച് ജിത്തു ജോസഫ് എന്ന സംവിധായകൻ ജോർജ് കുട്ടിക്ക് ചുറ്റും തീർക്കുന്ന ഒരു സോഷ്യൽ മാസ്ക് ആണ്. ഇവിടെ 3 ഘടനകളിലാണ് ഈ കഥാപാത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തത്, ഒരു നല്ല പിള്ള ഇമേജ്. അയാൾ നാട്ടുകാർക്ക് പാവമാണ്, പോലീസുകാർക്ക് നിരുപദ്രവകാരിയാണ്. ഈ നല്ല പിള്ള ഇമേജ് തന്നെയാണ് പിന്നീട് പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ വഴി തിരിച്ചുവിടാൻ അയാൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം. രണ്ടാമത്തത് സിനിമയാണ്. മറ്റുള്ളവർ സിനിമയെ വിനോദമായി കാണുമ്പോൾ ജോർജ് കുട്ടി അതിനെ ജീവിതം പഠിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് കാണുന്നത്. വിഷ്വൽ മെമ്മറിയും ഹ്യൂമൻ ബിഹേവിയറും അയാൾ പഠിക്കുന്നത് ഈ തിരശ്ശീലയിൽ നിന്നാണ്. മൂന്നാമത്തത് പിശുക്കാണ്. അയാൾ പണം ചെലവഴിക്കാൻ മടിക്കുന്ന ആളാണ്. ഈ പിശുക്കൻ ശീലമാണ് കൃത്യമായ ആസൂത്രണത്തോടെ ബില്ലുകളും ടിക്കറ്റുകളും സൂക്ഷിച്ചു വെക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നത്. വരുണിന്റെ മൃതദേഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ജോർജ് കുട്ടിയുടെ ആർക്കിൽ വലിയൊരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. ഇവിടെ അയാൾ ഒരു ക്രിമിനൽ ആകുന്നില്ല, പകരം ഒരു പ്രൊട്ടക്ടർ ആകുന്നു. പരിണാമ സിദ്ധാന്ത പ്രകാരം സ്വന്തം വംശത്തെ സംരക്ഷിക്കാൻ ഒരു ജീവി ഏതൊരു സാഹചര്യവും അഡാപ്റ്റ് ചെയ്യുന്നത് പോലെ ജോർജ് കുട്ടിയും ഇവിടെ അഡാപ്റ്റ് ആവുകയാണ്. ആദ്യ ഭാഗത്തിൽ അയാൾ റിയാക്റ്റീവ് ആണ്, അതായത് ഒരു പ്രശ്നമുണ്ടാകുന്നു, അതിനോട് അയാൾ പ്രതികരിക്കുന്നു. അവിടെ അയാളെ നയിക്കുന്നത് പ്യുവർ അഡ്രിനാലിൻ മാത്രമാണ്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ലാലേട്ടൻ കാണിക്കുന്ന ആ ചെറിയ കൈവിറയലും കണ്ണിലെ ഭയവും ശ്രദ്ധിച്ചാൽ അറിയാം, അയാൾ ഒരു സൂപ്പർ ഹീറോ അല്ല, മറിച്ച് ജീവൻ നിലനിർത്താൻ പോരാടുന്ന ഒരു സാധാരണ ഇര മാത്രമാണെന്ന്. ദൃശ്യം 2ാം ഭാഗത്തിൽ ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ ആർക്ക് അതിന്റെ ഏറ്റവും ഇരുണ്ട തലത്തിലേക്ക് കടക്കുന്നു. 6 വർഷങ്ങൾക്ക് ശേഷം അയാൾ സാമ്പത്തികമായി ഉയർന്നു, തിയേറ്റർ ഉടമയായി, സിനിമാ നിർമ്മാതാവായി. പക്ഷേ അയാളുടെ മനസ്സ് ഇപ്പോഴും ആ പഴയ പോലീസ് സ്റ്റേഷന്റെ അടിത്തറയിലാണ്. ഇവിടെ ജോർജ് കുട്ടി റിയാക്റ്റീവ് എന്ന ഘട്ടത്തിൽ നിന്നും പ്രോ ആക്റ്റീവ് എന്ന ഘട്ടത്തിലേക്ക് മാറുന്നു. പോലീസ് തന്നെ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടെന്ന അയാളുടെ ബോധം അയാളെ ഒരു ഐസൊലേറ്റഡ് ജീനിയസ് ആക്കി മാറ്റുന്നു. അയാൾ സ്വന്തം ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും മാനസികമായി അകലുന്നു. കാരണം ആ രഹസ്യത്തിന്റെ ഭാരം താങ്ങാൻ അയാൾക്ക് മാത്രമേ കഴിയൂ. 1ാം ഭാഗത്തിൽ ഭയമായിരുന്നെങ്കിൽ 2ാം ഭാഗത്തിൽ അയാളെ നയിക്കുന്നത് കടുത്ത കുറ്റബോധമാണ്. അതുകൊണ്ട് തന്നെയാണ് ബോഡി പോലീസ് കണ്ടെത്തിയാൽ പോലും രക്ഷപ്പെടാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ വർഷങ്ങൾക്ക് മുൻപേ അയാൾ തയ്യാറാക്കി വെക്കുന്നത്. ഇവിടെ ജോർജ് കുട്ടി നിയമവ്യവസ്ഥയും ദൈവത്തെയും ഒരുപോലെ വെല്ലുവിളിക്കുന്ന ഒരു ആന്റി ഹീറോ ആയി മാറുകയാണ്. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ മഹത്തരമാക്കുന്നത് അതിന്റെ ശരിതെറ്റുകളുടെ ഇടയിലെ ആ ചാരനിറമാണ്, അഥവാ ഗ്രേ ഷെയ്ഡ്. അയാൾ ഒരു കൊലപാതകയെ സംരക്ഷിച്ച അച്ഛനാണ്, പോലീസിനെ പറ്റിച്ച ക്രിമിനലാണ്. എന്നാൽ ഒടുവിൽ വരുണിന്റെ മാതാപിതാക്കളുടെ ദുഃഖത്തിന് മുന്നിൽ തലകുനിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. എന്നാൽ ദൃശ്യം 3ലേക്ക് വരുമ്പോൾ ജോർജ് കുട്ടിയുടെ ആ സൈക്കോ സിനിമാറ്റിക് ക്യാരക്ടർ പുറത്തു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത്രയും കാലം തന്റെ ബുദ്ധി കൊണ്ട് ജയിച്ച ജോർജ് കുട്ടിക്ക് സ്വന്തം മനസാക്ഷിയോട് എത്ര കാലം പിടിച്ചു നിൽക്കാനാവും? ഒരു സാധാരണ അച്ഛനിൽ നിന്ന് തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സിനിമാറ്റിക് മാസ്റ്റർ മൈൻഡായി മാറിയ ജോർജ് കുട്ടിയുടെ ഈ പരിണാമം മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ക്യാരക്ടർ സ്റ്റഡിയാണ്. ദൃശ്യത്തിന്റെ 1ാം ഭാഗത്തിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് റിയാക്ട് ചെയ്ത ജോർജ് കുട്ടി 2ാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ പ്രോ ആക്റ്റീവാണ്. തനിക്ക് വരാൻ പോകുന്ന അപകടങ്ങളെ അയാൾ മുൻകൂട്ടി കാണുന്നുണ്ട്. എന്നാൽ ദൃശ്യം 3ലേക്ക് വരുമ്പോൾ കഥ തികച്ചും വ്യത്യസ്തമാണ്. തനിക്ക് എവിടെ നിന്നാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. അതാണ് അയാളുടെ മാനസിക നിലയെ പൂർണ്ണമായും വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആ ഭയമാണ് ദൃശ്യം 3ൽ നമ്മൾ കണ്ടത്. ജോർജ് കുട്ടി എന്ന ക്യാരക്ടർ ദൃശ്യം 3ൽ പല കടുത്ത തീരുമാനങ്ങളും എടുക്കാനുള്ള ആ കാരണവും അതുതന്നെയാണ്.